Okay. How's your preparation going on? Okay. സോ എക്സാം എഴുതാൻ ഇപ്പം ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കംപ്ലീറ്റ്ലി മറന്നു പോയിട്ടുണ്ട് എന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ എല്ലാം മറന്നിട്ടില്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ നമുക്കെല്ലാം ഒന്നും ഓർമ്മയില്ല തോന്നിയിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ കാര്യം ഓർമ്മയുണ്ട് എന്ന് മനസ്സിലാവുന്നില്ലേ? യെസ്. ഗെറ്റിംഗ് ബെറ്റർ, അതാണ് നമുക്ക് ആവശ്യം. അന്നത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഡേ ബൈ ഡേ, ഈച്ച് ഡേ നമുക്ക് ആ ഒരു ദിവസം നമ്മുടെ മാക്സിമം എങ്ങനെയാണോ ഇതിന് എഫേർട്ട് ഇടാൻ പറ്റുന്നത് ആ രീതിക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ലൈവ് സെഷൻ ആയാലും ടാസ്ക് ആയാലും റിവൈസ് ചെയ്യാനുള്ള നോട്ട്സ് ആയാലും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം ഫോളോവും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ. സോ കൂടുതൽ പറയാതെ തന്നെ ഇന്നത്തെ PYQ ഡിസ്കഷൻ സെഷനിലോട്ട് പോവാം നമുക്ക്. ഓക്കെ. എന്താ പറഞ്ഞ, നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഇന്ത്യയിലുള്ള ഇനി റീ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഒക്കെ ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അപ്പം ഇതിൽ ആരാണോ ഏറ്റവും നല്ലോണം പുഷ് ചെയ്യുന്നത് ഈ ഒരു ദിവസങ്ങളിൽ, അവർക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. So this is what you have to do. Push yourself harder every day. ഈ ഒരു സെപ്റ്റംബർ 9th വരെ. Okay. Now I'll share my screen with you. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണിക്കും. നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കുക. പറഞ്ഞതുപോലെ തന്നെ December 25 ക്വസ്റ്റ്യൻ നമ്പർ 41 to 60 ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 41 വരെ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നൗ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. Match the following poetry movements or types with their corresponding works or description. റീഅപ്ലൈ ചെയ്യാൻ വരുന്നുണ്ടാവില്ല. നിങ്ങളുടെ സിറ്റി ഇന്റിമേഷൻ, ഹാൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് വരുന്ന രീതിക്കാവും ഉണ്ടാവുന്നത് കേട്ടോ. പോയട്രി ഉണ്ട്, ബുക്കോളിക് പോയട്രി ഉണ്ട്, കൺഫെഷണൽ പോയട്രി ഉണ്ട്, ടോപ്പോഗ്രാഫിക്കൽ പോയട്രി ഉണ്ട്, ടിൻടൺ ആബി, ഏരിയൽ, തെഡ്രഡ് എഫ്, എക്ലോക്സ്. മാച്ച് ദ ഫോളോവിങ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ നോക്കുക. ഇതിൽ നമുക്ക് ഫോർ ഷുവർ അതാണ് എന്നുള്ളത് നമുക്ക് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഏതാണ്? ടോപ്പോഗ്രാഫിക്കൽ പോയട്രി രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി. ടോപ്പോഗ്രാഫിക്കൽ പോയട്രി ടിൻടൺ ആബി ആണ് എന്നറിയാം. കൺഫെഷണൽ പോയട്രി ഒന്നാണെന്ന് നമുക്കറിയാം അല്ലേ? അറിയില്ലേ? യെസ്. ഫ്ലാറ്റിന്റെ ഏരിയൽ. ഓക്കെ. ഇത് രണ്ടും നമുക്കറിയാം. അപ്പൊ അത് രണ്ടും പെട്ടെന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. യെസ്. നൗ ടിൻടൺ ആബി ആരുടെ വർക്ക് ആയിരുന്നു? വേർഡ്സ്വർത്ത്. ഗുഡ്. ഓക്കെ. എക്ലോക്സ് ആരുടേതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എക്ലോക്സ്. യെസ്. നോക്കാം നമുക്ക്. ദ പോയട്രി എന്ന് പറഞ്ഞാല് അതൊരു പെർഫോമൻസ് പോയട്രിയുടെ പോലെയാണ്. കരീബിയൻ ഭാഗത്തു നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓഫ് ബീറ്റ് റിതം, അതിനെയാണ് നമ്മൾ റെഗെ റിതം ഒക്കെ പറയുന്നത്. പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദ ഡ്രെഡ് അഫെയർ, ലിങ്ടൺ ക്വസി ജോൺസന്റെ വർക്കാണ്. അതൊരു ഡബ് പോയട്രിയുടെ കളക്ഷൻ ആണ്. ഓക്കെ.
ബുക്കോളിക് പോയിട്രി എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്ററൽ പോയിട്രിയും കൂടിയാണ്. റൂറൽ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പാസ്റ്ററൽ പോയിട്രിയാണ് ബുക്കോളിക് പോയിട്രി. ഓക്കെ, വെർജിലിൻ്റെതാണ് എക്ലോഗ്സ്. ആക്ച്വലി വെർജിലിന്റെ എക്ലോഗ് എന്താണ്, ഈ ഒരു ജോണറിന്റെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ബുക്കോളിക് പോയിട്രിയുടെ. ഓക്കെ, കൺഫെഷണൽ പോയിട്രി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ പേഴ്സണൽ ആയിട്ട് ഓട്ടോബയോഗ്രഫിക്കൽ രീതിക്ക് പോയിട്രി എഴുതുന്നതിനെയാണ് കൺഫെഷണൽ പോയിട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് കൺഫെഷണൽ പോയിറ്റ്സ് ആരൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. കമലാദാസ്. ഓക്കെ, യെസ്, ഗുഡ്. പ്ലാത്തിന് അറിയാം. യെസ്. സോ കൺഫെഷണൽ പോയിട്രി പ്ലാത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്ലാത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ടെക്സ്റ്റ് ആണ് ഏരിയൽ. ഓക്കെ, സോ ഈ ഒരു കൺഫെഷണൽ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് പോയറ്റിക് മോഡിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കൺഫെഷണൽ പോയിട്രി എന്ന് പറയാം. ടോപ്പോഗ്രഫിക്കൽ പോയിട്രി എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിന് ഫോക്കസ് ചെയ്യുന്ന, ആ ലാൻഡ്സ്കേപ്പിന്റെ ഹിസ്റ്ററി, ഇമോഷണൽ റെസനൻസിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന പോയിട്രിയാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ പോയിട്രി എന്ന് പറയുന്നത്. വേർഡ്സ്വർത്തിന്റെ ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബവ് ടിൻടൺ ആബേ പെർഫെക്റ്റ്ലി ഈ ഒരു ടോപ്പോഗ്രഫിക്കൽ പോയിട്രിയിൽ മാച്ച് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, യെസ്. നൗ ബെൽജാർ പക്ഷെ പോയിട്രി അല്ലല്ലോ. ബെൽജാർ എന്താണ്? ബെൽജാർ ഈസ് എ yes novel. Okay, now and okay, now moving on to next question. Assertion reason ആണ്. Technique of art is to make objects unfamiliar, to make forms difficult, to increase the difficulty and length of perception. The process of perception is an aesthetic end in itself and must be prolonged. Okay. ഒന്ന് ആലോചിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ. ആദ്യം തന്നെ അസർഷൻ റൈറ്റ് ആണോ നോക്കുക, പിന്നെ റീസൺ റൈറ്റ് ആണോ നോക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ തരുന്നുണ്ടോ എന്നുള്ളതും നോക്കുക. ഓക്കെ, ലെറ്റ് us look into the answer now. ഓക്കെ, ഇത് നമുക്ക് അൺഫെമിലിയർ ആവുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന ഒരു പേര് വരണം അല്ലെ? അതേതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് തന്നെ വിക്ടർ സ്ക്ലോസ്കിയുടെ എസ്സേ ഉണ്ടായിരുന്നു, ആർട്ട് ആസ് ടെക്നിക്. റഷ്യൻ ഫോർമലിസമിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ എസേർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എസേർഷനിൽ പറയുന്നതിൽ വെച്ചിട്ട് നമുക്കറിയാം ഈ ഒരു കോൺസെപ്റ്റ് ഡീഫെമിലിയറൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് എസേർഷനിൽ പറയുന്നത്. സ്ക്ലോസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മളൊരു ഹാബിച്വൽ ആയിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി പോവും, അതൊരു ഓട്ടോമേറ്റഡ് ആക്ഷൻ ആയിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ നമ്മുടെ പെർസെപ്ഷനും ഓട്ടോമാറ്റിക് ആവാൻ തുടങ്ങും ഹാബിച്വൽ ആക്ഷൻസ് കാരണം. അപ്പം ആർട്ടിന്റെ ഒരു പേർപ്പസ് എന്താവണം, ഈ ഒരു നമുക്ക് അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുമായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ളത് അൺഫെമിലിയർ ആക്കണം എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പം അത് ട്രൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റീസൺ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് റീസണിൽ പറയുന്നുണ്ട്. കാരണം പെർസെപ്ഷന്റെ കാര്യം എത്രത്തോളം പ്രോലോങ് ചെയ്യുന്നു, ഓക്കെ, ആ ഒരു ആക്ട് പ്രൊലോങ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് റീസണിൽ പറയുന്നത്. ഫോർമലിസമിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇസ്തറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പെർസീവിങ്, നമ്മളൊരു ആർട്ടിന്റെ ഫൈനൽ മീനിങ് ഇതാണ് എന്നുള്ളത് മാത്രം, അതിന്റെ ഒരു എൻഡ് റിസൾട്ട് മാത്രമല്ല നമുക്ക് വേണ്ടത്. ആ ഒരു പെർസെപ്ഷൻ ജേർണി കംപ്ലീറ്റ് എങ്ങനെയാണോ, ആ ഒരു നമ്മൾ എത്രത്തോളം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കഴിയുന്നുണ്ടോ പെർസീവ് ചെയ്യാന്, അതൊക്കെ നോക്കും. ഓക്കെ, അപ്പോ അതെല്ലാം നോക്കുന്ന സമയത്ത് റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനാണ് നമ്മൾ ഡീഫെമിലിയർ യെസ്
യെസ്, എസ്ട്രേഞ്ച്മെന്റ് അത് തന്നെ. ഓക്കെ, അപ്പം ഓസ്ട്രേനിയനി ഡീഫെമിലിയറൈസേഷൻ എന്നൊക്കെ ഇതിന് പറയും. സ്ക്ലോസ്കിയുടെ ടേം ആണ്, ഇതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം അസേഷൻ റൈറ്റ് ആണ്, റീസൺ റൈറ്റ് ആണ്. റീസൺ ഈസ് ഓൾസോ എക്സ്പ്ലെയിനിങ് എന്തുകൊണ്ടാണ് അസേഷൻ റൈറ്റ് ആയതെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ. Jonathan Dolimo and Alan Sinfield defined the term cultural materialism as designating a critical method having specific characteristics. Which of the following characteristics has not been included by Jonathan Dolimo and Alan Sinfield? Historical context, theoretical method, political commitment, transcendental significance. ഓക്കെ, അപ്പൊ ഈ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന സമയത്ത് ഡോളിമോറും സിൻഫീൽഡും ഇതിൽ ഏത് കാര്യമാണ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോട്ട് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ആൻസർ പറയണം കേട്ടോ. റോങ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. നോക്കാം നമുക്ക്. ആദ്യം തന്നെ കൾച്ചറൽ മെറ്റീരിയൽസും കോയിൻ ചെയ്യുന്നത് ആരാണ്? കൾച്ചറൽ മെറ്റീരിയൽസും ആരാണ് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡോളിമോറും സിൻഫീൽഡും ആണോ കൾച്ചറൽ മെറ്റീരിയൽസും കോയിൻ ചെയ്തിട്ടുള്ളത്? റെയ്മൺ വില്യംസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഷയിൽ പറ. എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം? ആര് പറയും? യെസ്, മെറ്റീരിയൽ ഷേപ്സ് കൾച്ചർ. ഓക്കെ, കൾച്ചറൽ മെറ്റീരിയലിസമിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് റിയൽ വേൾഡ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ, അതിപ്പോ ടെക്നോളജി ആവാം, എക്കണോമിക്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ കൾച്ചറിനെയും സോഷ്യൽ സ്ട്രക്ചറിനെയും എല്ലാത്തിനെയും അത് ഷേപ്പ് ചെയ്യും എന്നുള്ളതാണ് കൾച്ചറൽ മെറ്റീരിയലിസമിൽ പറയുന്നത്. ഓക്കെ, സോ ഇത് യെസ്. Yes, very good. Okay. A critical method of literary and cultural analysis that examines text within their specific historical, social and political context. ഇപ്പം ഇതിലിപ്പം ഏതൊക്കെ വന്നിട്ടുണ്ട്, ഏതാണ് ഇൻക്ലൂഡ് അല്ലാത്തത് എന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? ഓക്കെ, now let us look into it. First one. കോയിൻ ചെയ്തിട്ടുള്ളത് റെയ്മൺ വില്യംസ് ആണെന്ന് പറഞ്ഞു. ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഡോളിമോറും സിൻഫീൽഡും ഒക്കെ. അവരുടെ വർക്ക് ആയിരുന്നു, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാറുള്ള എക്സാമിന് ചോദിക്കാറുള്ള വർക്കാണ് 1985 പൊളിറ്റിക്കൽ ഷേക്സ്പിയർ. പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡോളിമോറിനെയും സിൻഫീൽഡിനെയും ഓർമ്മ വരണം. ഓക്കെ, അത് ന്യൂ ഹിസ്റ്റോറിസിസത്തിന്റെ ഒരു ബ്രിട്ടീഷ് കൗണ്ടർ പാർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അവര് 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കൾച്ചറൽ മെറ്റീരിയൽസും റിലേറ്റഡ് ആയിട്ടുള്ള 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു അത് ഒരു ടെക്സ്റ്റ് അതിന്റെ ഹിസ്റ്റോറിക്കൽ കണ്ടീഷനും അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. അതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് തിയറിറ്റിക്കൽ മെത്തേഡ് ആണ്. ഇപ്പൊ മാർക്സിസ്റ്റും ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിക് തിയറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ അനലൈസ് ചെയ്യാം, അത് തിയറിറ്റിക്കൽ മെത്തേഡ്. പിന്നെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തില് കണ്ടംപററി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മൾക്ക് ആ ഒരു ലിറ്റററി അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റണം, അതാണ് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്. പിന്നെ ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറയുന്നത് ക്ലോസ് റീഡിങ്. ഓക്കെ, ഒരു ടെക്സ്റ്റിനെ ക്ലോസ് റീഡ് ചെയ്യുമ്പോഴാണ് ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു
ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് ആവുന്നതും ടൈംലെസ് ആവുന്നതും മെറ്റാഫിസിക്കൽ ട്രൂത്ത് ഒക്കെ മാറുന്നതാണ്. ഈ ഒരു ഐഡിയയെ കൾച്ചറൽ മെറ്റീരിയൽസും റിജക്ട് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റുകൾ എപ്പോഴും ആ ഒരു കാലഘട്ടത്തിലെ മെറ്റീരിയൽ ആയിട്ടുള്ളയും ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് എല്ലാ കാലത്തിനും എല്ലാ ടൈംലെസ് ആയിട്ടുള്ളയും അങ്ങനത്തെ ഒരു രീതിക്കല്ല കൾച്ചറൽ മെറ്റീരിയൽസും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following statements about the Kailyard school are correct? ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് കെയിലിയാർഡ് സ്കൂളിനെ കുറിച്ച് പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് തോന്നുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കെയിലിയാർഡ് സ്കൂൾ? ഫ്രാങ്ക്ഫർട്ടും ബർമിംഗ്ഹാമും ഗ്രേവ്യാർഡും ഒന്നും അല്ല കേട്ടോ ഇത് വേറെയാണ്. കെയിലിയാർഡ് സ്കൂൾ അറിയാമോ? ക്യാബേജ്, കിച്ചൺ ഗാർഡൻ, ജെയിംസൺ ബാരിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഒരു ലേറ്റ് 19th സെഞ്ചുറി ആയപ്പോൾ സ്കോട്ടിഷ് ലിറ്റററി മൂവ്മെന്റ് ആയിരുന്നു കെയിലിയാർഡ് സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്. അവിടെ ഫിക്ഷൻ ആയാലും ആ ഒരു സ്ഥലത്തില് വെർണാക്യുലർ ആയിട്ട് അവർ സംസാരിക്കുന്ന വേർഡ്സിനൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് പ്യുവർ പോയിട്രി അല്ലായിരുന്നു. കെയിലിയാർഡിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ക്യാബേജ് പാച്ച് അല്ലെങ്കിൽ കിച്ചൺ ഗാർഡൻ, ഒരു കോട്ടേജിന്റെ അടുത്ത്, ഇങ്ങനത്തെ രീതിക്കൊക്കെയാണ് കെയിലിയാർഡിന്റെ മീനിങ്ങും വരുന്നത്. ഓക്കെ, സോ സ്കോട്ടിഷ് പ്രൊവിൻഷ്യൽ ലൈഫിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. നമുക്ക് നോക്കാം എങ്കിൽ. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്കോട്ടിഷ് റൂറൽ ലൈഫിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ആ ഒരു ഹാർഷ് റിയാലിറ്റി ഒക്കെ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തിലാണ്, ഈ ഒരു റൂറൽ ലൈഫും അതൊക്കെയാണ് അവർ റെപ്രസെന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവർ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടായിരുന്നു അത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതിന്റെ മേജർ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് JM ബാരി ആണ്. JM ബാരി, ഓത്തർ ഓഫ് എ വിൻഡോ ഇൻ ത്രംസ്. ഓക്കെ, സോ ഡൊറോത്തി എൽ സേയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡൊറോത്തി എൽ സേയേഴ്സ് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, ലോർഡ് പീറ്റർ വിൻസെ. പീറ്റർ പാൻ എഴുതിയിട്ടുള്ളതും JM ബാരി ആണ്. സ്റ്റേറ്റ്മെന്റ് ഡി എന്താണ്, ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഡിയിൽ JIM സ്റ്റുവാർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. JIM സ്റ്റുവാർട്ട് ഓൾസോ ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആണ്, കെയിലിയാർഡ് റൈറ്റർ അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. Match the following. Keats in the Sylvan Historian, Tools for Reading Poetry, Three Women's Texts and a Critique of Imperialism, Linguistic Foundation. Spivak, Cleanth Brooks, Herman Rappaport, Jonathan Fuller. B പറയുന്നുണ്ട്, C പറയുന്നുണ്ട്. ലാസ്റ്റ് ആൻസർ കെയിലിയാർഡ് സ്കൂൾ ഓഫ് പോയിട്രി പറഞ്ഞിട്ടുള്ളതായിരുന്നു. കെയിലിയാർഡ് സ്കൂൾ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കോട്ടിഷ് റൂറൽ പ്രൊവിൻഷ്യൽ ലൈഫ് ആയിരുന്നു, അല്ലാണ്ട് പ്യുവർ പോയിട്രിയും ഇൻഡസ്ട്രിയൽ റിയാലിറ്റിയും ഒക്കെ അവർ ഇഗ്നോർ ചെയ്തിട്ട് ഈ ഒരു സ്കോട്ടിഷ് റൂറൽ അതിന് വളരെ അധികം സെന്റിമെന്റൽ ആയിട്ട് എഴുതിയിട്ടുള്ളവരെയാണ് കെയിലിയാർഡ് സ്കൂൾ എന്ന് പറയുന്നത്. ഈ ഒരു കെയിലിയാർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാബേജ് പാച്ച് എന്നുള്ള ഈ ഒരു ക്യാബേജ് കിച്ചൺ യാർഡ് പാച്ച് ഒക്കെ ഒരു കോട്ടേജിന്റെ അടുത്ത് എന്നുള്ള രീതിക്കുമായിരുന്നു. ഓക്കെ, ബിയും സിയും പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. കീറ്റ്സ് സിൽവൻ ഹിസ്റ്റോറിയൻ, ഇതൊരു പുതിയ ക്രിട്ടിക്കൽ എസ്സേ ആണ് ബൈ ക്ലിയാൻ ബ്രൂക്സ്. ഓക്കെ, ദിസ് ഇസ് ഫൗണ്ട് ഇൻ ഹിസ് ബുക്ക് ദി വെൽ റോട്ട് ഏൺ. ഇതിലാണ് എന്ത് പറയുന്നത്,
ഇതിൽ നമുക്ക് ഓഡോ ഓൺ ഗ്രേഷ്യൻ ഏണിന്റെ ക്ലോസ് റീഡിംഗ് നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതാണ് കീറ്റ്സ് സിൽവൻ ഹിസ്റ്റോറിയൻ ബൈ കിയാൻ ബ്രൂക്സ്. ടൂൾസ് ഫോർ റീഡിംഗ് പോയട്രി ഇതൊരു ചാപ്റ്റർ ആണ്. ഹെർമൻ റാപ്പാപ്പോർട്ടിന്റെ ദ ലിറ്റററി തിയറി ടൂൾ കിറ്റിലത്തെ ഒരു ചാപ്റ്റർ ആണ് ടൂൾസ് ഫോർ റീഡിംഗ് പോയട്രി. ത്രീ വിമൻസ് ടെക്സ്റ്റ് ഒരു 1985 എസ് ആയിരുന്നു ഗായത്രി ചക്രവർത്തി സ്പിവക്കിന്റെ. അതിൽ പോസ്റ്റ് കൊളോണിയലിസവും ഫെമിനിസം ഒക്കെ ബ്രിഡ്ജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജെയിൻ എയറും ഫ്രാങ്കൻസ്റ്റൈൻ ഒക്കെ ഒന്ന് അതിലൂടെയൊക്കെ റീഡ് ചെയ്തിട്ട് അതിലൂടെയാണ് ഈ പോസ്റ്റ് കൊളോണിയലിസം ഫെമിനിസം ഒക്കെ ബ്രിഡ്ജ് ചെയ്യുന്നത് സ്പിവക്. ഓക്കെ, അതാണ് ത്രീ വിമൻസ് ടെക്സ്റ്റ്. പിന്നെ ദ ലിംഗ്വിസ്റ്റിക് ഫൗണ്ടേഷനും ജൊനാഥൻ ക്യൂലറിന്റെ സ്ട്രക്ചറലിസ്റ്റ് പോയറ്റിക്സിന്റെ ഓപ്പണിംഗ് ചാപ്റ്റർ ആണ് the linguistic foundation. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ. Which of the following descriptions of the arbitrary nature of the sign given by Ferdinand de Saussure in his book Course in General Linguistics is incorrect? ഇൻകറക്റ്റ് ഏതാണെന്നുള്ളതാട്ടോ ചോദിച്ചത്. ഈ ഒരു പ്രസന്റേഷനിൽ ഞാൻ ബോൾഡ് ചെയ്തിട്ടുണ്ട് ഇൻകറക്റ്റ്, നോട്ട് എന്നുള്ള വേർഡൊക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ നിങ്ങൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി വായിച്ചിട്ട് അത് കറക്റ്റ് ആണോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. ബോണ്ട് ബിറ്റ്വീൻ ദി സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഈസ് ആർബിട്രറി. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. ദ ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ. The word symbol has been used to designate the linguistic meaning or more specifically the signified. സിമ്പിൾ എന്ന് നമ്മൾ പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് മീനിങ്ങിന് അല്ലെങ്കിൽ സിഗ്നിഫൈഡിനെയാണോ? Next one. Symbol is never wholly arbitrary. It is not empty, for there is the rudiment of a natural bond between the signifier and the signified. Okay. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സൊജോർ എന്ത് പറയുന്നുണ്ട്? ഒരു സൈനില് സിഗ്നിഫയറും സിഗ്നിഫൈഡും ഉണ്ടാവും. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സ്റ്റേറ്റ്മെന്റ് എയും ബിയും കറക്റ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സിഗ്നിഫയറും സിഗ്നിഫൈഡും അവർ തമ്മിൽ ഒരു നാച്ചുറൽ ബേസിസ് ഒന്നുമില്ല അവർ തമ്മിലുള്ള ബോണ്ടിന്. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ആർബിട്രറി എന്നുള്ളതാണ് പറയുന്നത്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സ്റ്റേറ്റ്മെന്റ് ഡിയും കറക്റ്റ് ആണ്. സൊജോർ പറയുന്നുണ്ട്, എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട്, സൈൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആർബിട്രറി ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആ രീതിക്ക് സൊജോർ എക്സ്പ്ലിസിറ്റ്ലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, ഒരു ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു നാച്ചുറൽ ബോണ്ട് ബിറ്റ്വീൻ ദി സിഗ്നിഫയർ ആൻഡ് ദി സിഗ്നിഫൈഡ് ഈ ഒരു സിമ്പിളിനുണ്ട്. അപ്പം സിമ്പിൾ ഈസ് നോട്ട് നെവർ ഹോൾലി ആർബിട്രറി എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. ഓക്കെ, നൗ ഇൻകറക്റ്റ് ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. സൊജോർ എസ്പെഷ്യലി വാർൺ ചെയ്യുന്നുണ്ട്, എന്താണ് ഈ ഒരു സിമ്പിൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇന്റർചേഞ്ച് ചെയ്യരുത്. സൈനോ സിഗ്നിഫൈഡോ എന്ത് ചെയ്യരുത്, അത് സിമ്പിൾ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യരുത് എന്നുള്ളത് എസ്പെഷ്യലി പറയുന്നുണ്ട്. ഓക്കെ, കാരണം സിമ്പിൾ ഒരിക്കലും ഈസ് നെവർ എൻറ്റയർലി ആർബിട്രറി. അതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടെർമിനോളജി യൂസ് ചെയ്യാത്തത് തന്നെ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. So symbol is never wholly arbitrary and symbol can never be used interchangeably with sign or signified. Okay. Now, next one. Historians establish
The essay film, with its first theorization in words of Sergei Eisenstein, Richter, Alexander Astruc, and that of others. Essay films chronological order ആക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. As you see, notebooks and cities and clothes, the film essay, the camera stylo, notes for a film of capital. Film studies related question ആണിത്. പേജ് 3 അല്ല ചോദിച്ചിട്ടുള്ളത്. December 25 എക്സാം കുറച്ചൊരു ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. June 25 December 25 കുറച്ചൊരു ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അതിൽ നമ്മൾ പല സ്ഥലത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവാം. ഓക്കെ, now let us look into it. ഈ ഒരു ക്രൊണോളജി എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യം നോട്ട്സ് ഫോർ എ ഫിലിം ഓഫ് ക്യാപിറ്റൽ, സെർജി ഐസൻസ്റ്റൈൻ്റെ ഒരു ആംബിഷ്യസ് പ്രോജക്ട് നോട്ട് ആയിരുന്നു ഈ ഒരു നോട്ട്സ് ഫോർ എ ഫിലിം ഓഫ് ക്യാപിറ്റൽ. പിന്നെ ദ ഫിലിം എസ്സേ എ ന്യൂ ടൈപ്പ് ഓഫ് ഡോക്യുമെന്ററി ഫിലിം എഴുതിയിട്ടുള്ളത് ഹാൻസ് റിച്റ്റർ ആണ്. ദ ക്യാമറ സ്റ്റൈൽ എഴുതിയിട്ടുള്ളത് അലക്സാൻഡ്രെ ആസ്ട്രിക് ആണ്. ഇതില് സിനിമയുടെ ആ ഒരു പേഴ്സണൽ എക്സ്പ്രഷന്റെ രീതിയാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നത് നമുക്ക് കാണാം. ആസ് യു സി ഇസ് എ ഫിലിം ബൈ ഹാരൂൺ ഫാറൂഖി ആൻഡ് നോട്ട്ബുക്സ് ഓൺ സിറ്റീസ് ആൻഡ് ക്ലോത്ത്സ് ഒരു ഡോക്യുമെന്ററി ആണ് ബൈ വിം വെൻഡേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് ക്രൊണോളജി വരുന്നത്. ഓക്കെ, സോ സെർജി ഐസൻസ്റ്റൈൻ ആണ് ആദ്യം വരുന്നത്. സെർജി ഐസൻസ്റ്റൈൻ്റെ നോട്ട്സ് ഫോർ എ ഫിലിം ഓഫ് ക്യാപിറ്റൽ 1927 to 28 വന്നിട്ടുണ്ട്. ഓക്കെ, now next one. Assertion reason ആണ്. The years of 1945 saw changes in English poetry. Some poets, despite modernism, continued romantic traditions, writing deeply personal responses to the world and engaging with eternal elemental themes. രണ്ട് സ്റ്റേറ്റ്മെന്റും ശ്രദ്ധിച്ചിട്ട് വായിച്ചിട്ട് നോക്കൂ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കൂ. ആണ് പറയുന്നത്. രണ്ടും ട്രൂ ആണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. ഓക്കെ, അസെഷൻ കറക്റ്റ് ആണ്. ഒബ്വിയസ്ലി പോസ്റ്റ് 1945 ഇംഗ്ലീഷ് പോയിട്രിയിൽ നമുക്ക് ഒരുപാട് ഷിഫ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഹൈ മോഡേണിസമിൽ മാറിയിട്ട് കൂടുതലായിട്ട് കോൺവെർസേഷണൽ സ്റ്റൈൽ, ഒരു റെസ്ട്രെയിൻ സ്റ്റൈൽ ഒക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഫിലിപ്പ് ലാർക്കിന്റെ മൂവ്മെന്റ്, പിന്നീട് കൺഫെഷണലിസം വന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. റീസണും കറക്റ്റ് ആണ്. സം പോയറ്റ്സ് ലൈക്ക് ദി ന്യൂ റൊമാൻറ്റിക്സ് അല്ലെങ്കിൽ ഡിലൻ തോമസ്, ഓക്കെ, അവർ റൊമാൻറ്റിക് ട്രഡീഷൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസണും അസേഷനും തമ്മിൽ നടുവിൽ നമ്മൾ ഒരു വായ് എന്ന് വെക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു ലോജിക്കൽ സെൻസ് കിട്ടുന്നില്ല. ഓക്കെ, ആ ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഒരിക്കലും ഫുൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആക്ച്വലി ട്രൂ ആണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂഷൻ ഓഫ് റൊമാൻറ്റിസിസം ചില പോയിറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ അത് റൈറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇത് കുറച്ചും കൂടി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഗിരീഷ് കാർനാഡിന്റെ ഹയവദന ആൻഡ് തോമസ് മന്റെ ഷോർട്ട് നോവൽ ദി ട്രാൻസ്പോസ്ഡ് ഹെഡ്സ്. The transports heads are based on the tale of Hitopadesha, Panchatantra, Jataka, Kada, Katha, Sarit, Sagara. എല്ലാവർക്കും അറിയാലോ, ഡി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. യെസ്, ഓക്കെ, ഈ രണ്ട് വർക്കിലും നമുക്കറിയാം ഈ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. മൈൻഡ് വെർസസ് ബോഡി എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു രണ്ട് കഥയിൽ നമ്മൾ എന്താണ് കാണുന്നത്? രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഹെഡ് ഇറ്റ് ഈസ് ബീങ് ആക്സിഡന്റലി സ്വാപ്ഡ്.
ഓക്കെ, അതാണ് നമ്മൾ കാണുന്നത്. സോ കഥ സരിത് സാഗര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഷ്യൻ ഓഫ് ദി സ്ട്രീംസ് ഓഫ് സ്റ്റോറീസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആയിട്ട് ആ ഒരു വേർഡ് വരുന്നത്. സോ ഇത് സോമദേവയാണ് ഇത് കമ്പൈൽ ചെയ്തിട്ടുള്ളത് 11th സെഞ്ചുറിയിൽ. ഇതിലാണ് ഈ ഒരു ട്രാൻസ്പോസിഷൻ, ഹെഡിന്റെ ട്രാൻസ്പോസിഷൻ എന്നുള്ള ഈ ഒരു ഒറിജിനൽ മിത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. തോമസ് മാൻ ഇത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഗിരീഷ് കാർനാട് പിന്നീട് ഇത് വെച്ചിട്ട് ഒരു പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലേ ആണ് ഹയവദന. തോമസ് മാനിന്റെ ആ ഒരു വേർഷന് പ്ലേ ആക്കിയിട്ടുള്ള രീതിക്കാണ് ഹയവദന പോകുന്നത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറെ ഇന്ത്യൻ ഫോക്ക് തിയേറ്റർ എലമെന്റ്സും കൂടി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഇന്ത്യൻ ഫോക്ക് തിയേറ്റർ എലമെന്റ്സിനെയാണ് നമ്മൾ യക്ഷഗാന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിതോപദേശ ആവട്ടെ, പഞ്ചതന്ത്ര ആവട്ടെ, ഇതൊക്കെ ആനിമൽ ഫേബിൾസ് ആണ്. ഇതിൽ ക്രാഫ്റ്റും പ്രാക്ടിക്കൽ വിസ്ഡം ഒക്കെ പറയുന്ന ആനിമൽ ഫേബിൾസ് ആണ്. ജാതക കഥയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റോറീസ് അബൌട്ട് പ്രീവിയസ് ലൈഫ്സ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ പ്രീവിയസ് ലൈഫ്സിനെ വെച്ചിട്ടുള്ള സ്റ്റോറീസിനെയാണ് ജാതക കഥ എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, arrange the following levels of obliquity, vakrata, as conceived by Kundaka in his treatise Vakrokti Jeevitham, episodic, compositional, phonetic, lexical, grammatical. അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറുതിൽ നിന്നാണ് തുടങ്ങുക എന്നുള്ളതാണ്. അത് വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ. ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുന്നത്? നിങ്ങൾക്ക് വക്രത അറിയില്ല, വക്രോക്തി ജീവിതം അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. യെസ്, ഡൗട്ടില്ല. ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഫോണറ്റിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കുന്തക ഇസ് എ മേജർ ഫിഗർ ഇൻ ഇന്ത്യൻ പോയറ്റിക്സ്. വക്രോക്തി എന്ന് പറയുന്ന ഈ ഒരു ഒബ്ലീക്ക് എക്സ്പ്രഷൻ സ്കൂൾ എന്നുള്ള രീതിക്കാണ് അത് പറയുന്നത്. അപ്പൊ വക്രോക്തി ജീവിതം കുന്തക്കയുടെ ഒരു ഫേമസ് ടെക്സ്റ്റ് ആണ്. അതിൽ 6 ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് ആർട്ടിസ്റ്റിക് ഡീവിയേഷൻ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഫോണറ്റിക് എന്നുള്ള ഒരു യൂണിറ്റ്. ഓക്കെ, രണ്ടാമത് വരുന്നത് ലെക്സിക്കൽ, പിന്നീട് ഗ്രമാറ്റിക്കൽ ആണ്, പിന്നീട് എപ്പിസോഡിക്, ആൻഡ് ലാസ്റ്റ് വൺ കമ്പോസിഷണൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏറ്റവും ചെറിയ യൂണിറ്റിൽ നിന്നാണ്, ഫോണറ്റിക്കിൽ നിന്നാണ് ഇത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ലാർജസ്റ്റ് സ്ട്രക്ചറൽ യൂണിറ്റ് കമ്പോസിഷനിൽ നിന്നാണ് ഇത് എൻഡ് ചെയ്യും വേണ്ടത്. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. ലിംഗ്വിസ്റ്റിക് ആൻഡ് സ്ട്രക്ചറൽ ഹൈറാർക്കി ആണിത്. Next one. Very, very easy question. Which of the following novels is not an example of a dystopian novel? George Orwell's 1984, Jane Austen, The Pride and Prejudice, Aldous Huxley, The Brave New World, William Golding, The Lord of the Flies. Yes. എല്ലാവരും ബി ആണ് പറയുന്നത്. ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. വെരി ഗുഡ്. ഓക്കെ, ഡിസ്റ്റോപ്പിയൻ അല്ല എന്നുള്ളത് നമുക്കറിയാം. വാട്ട് ഈസ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ? എന്താണ് ഈ ഡിസ്റ്റോപ്പിയൻ നോവൽ എന്ന് പറഞ്ഞാല്? യെസ്, ഓപ്പോസിറ്റ് ഓഫ് യൂട്ടോപ്പിയ. യൂട്ടോപ്പിയ എന്ന് കാണിക്കുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടും ഐഡിയൽ അല്ലാത്ത ഒരു സിറ്റുവേഷനെ കാണിക്കുന്നതിനാണ് നമ്മൾ ഡിസ്റ്റോപ്പിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നെ പേടി വരുന്നതും, യെസ്, പേടി വരുന്നതും നമുക്കൊട്ടും നൈറ്റ്മെയറിഷ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒപ്രസീവ് നൈറ്റ്മെയറിഷ് സൊസൈറ്റിയെ കാണിക്കുന്ന ടോട്ടാലിറ്റേറിയൻ കൺട്രോളും എക്സ്ട്രീം സർവെയിലൻസും സൊസൈറ്റൽ കൊളാപ്സ് ഒക്കെ കാണിക്കുന്നതിനെയാണ് ഡിസ്റ്റോപ്പിയൻ നോവൽ എന്ന് പറയുന്നത്. 1984ഉം ബ്രേവ് ന്യൂ വേൾഡ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ആ ഒരു പ്രോട്ടോ ഡിസ്റ്റോപ്പിയൻ തീം വരുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റോപ്പിയൻ നോവൽ എന്നുള്ള രീതിക്കല്ല ലോർഡ് ഓഫ് ദ ഫ്ലൈസ് പറയുന്നതെങ്കിലും ആ ഒരു ഡിസ്റ്റോപ്പിയന്റെ ഒക്കെ ആ ഒരു തീം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ,
1984 ഒക്കെ വായിച്ചിട്ടുള്ളവരുണ്ടോ? ജോർജ് ഓർവെലിന്റെ 1984. ഓക്കെ, അത് വായിച്ചാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഡിസ്റ്റോപ്പിയ എന്നുള്ളതും എന്താണ് സർവൈലൻസും. അതിൽ നിന്ന് കുറെ വേർഡ്സ് യൂസേജസ് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, ലൈക് ബിഗ് ബ്രദർ എന്നുള്ള ഈ ഒരു ടെർമിനോളജി ഒക്കെ. ഓക്കെ, നൗ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് പറയുന്നത് ഒരു നോവൽ ഓഫ് മാനേഴ്സ് ആണ്. അതിൽ സോഷ്യൽ റിയലിസം, ക്ലാസും റൊമാൻസും 19th സെഞ്ചുറി ഇംഗ്ലണ്ടിലെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അല്ലാണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ബി ഫോർ വെൻഡേറ്റ, Handmaid's Tale. Yes. Now, next one. ഇതും ഈസി ആണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാട്ട് ഡു വി കോൾ ദ സ്പേസ് ബിറ്റ്വീൻ ദി വോക്കൽ ഫോൾഡ്? ലാരിങ്സ്, ഗ്ലോട്ടിസ്, വേലം, ടങ്. നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതായിരുന്നു. യെസ്, ബി ആണ് എല്ലാവരും പറയുന്നത്. നോക്കാം. നമ്മൾ ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു വോക്കൽ ട്രാക്റ്റും അത് വെച്ചിട്ടുള്ള ഫിസിക്കൽ അനാറ്റമിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഗ്ലോട്ടിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പണിംഗ് സ്പേസ്, വോക്കൽ ഫോൾസ് തമ്മിലുള്ള അതിന്റെ ഇടയിലുള്ള ആ ഒരു ഓപ്പണിംഗ് സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഗ്ലോട്ടിസിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണോ, ഓപ്പൺ ആണോ, ക്ലോസ്ഡ് ആണോ, വൈബ്രേറ്റിംഗ് ആണോ, അത് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? ആ ഒരു വേർഡിന്റെ ആ ഒരു ശബ്ദത്തിന്റെ വോയിസിങ്ങിനെ അത് ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഫൊണേഷൻ എന്ന് പറയുന്നത്. സോ ഗ്ലോട്ടിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വോക്കൽ ഫോൾഡ് തമ്മിലുള്ള ഒരു സ്പേസിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ വോയിസ് ബോക്സ് ആണ്. വേലം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ഓഫ് അവർ മൗത്തോടെ സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ വേലം എന്ന് പറയുന്നത്. ഓക്കെ, നെയ്സിൽ അല്ലെങ്കിൽ ഓറൽ സൗണ്ട് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു എയർ ഫ്ലോക്ക് കാരണമാവുന്ന ഇവിടെയാണ്. ആൻഡ് ടങ്കീസ് ആർ പ്രൈമറി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ മൗത്തിലുള്ള. ഓക്കെ, വോക്കൽ ഫോൾഡ് ആയിട്ട് ഒരു ബന്ധമില്ല. നെക്സ്റ്റ് വൺ. Who among the following post-colonial critics define colonialism as the conquest and control of other people's land and goods? മീനാക്ഷി മുഖർജി, ലീല ഗാന്ധി, ഹരീഷ് ത്രിവേദി, ആനിയ ലൂംബ. കൊളോണിയലിസം ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സി പറയുന്നവരുണ്ട്, ഡി പറയുന്നവർ. Okay, let us look into it. ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഡെഫിനിഷൻ കൊളോണിയലിസത്തിന്റെ നമ്മൾ കാണുന്നത് ആനിയ ലൂംബന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ആനിയ ലൂംബന്റെ ഈ ഒരു ഇൻട്രൊഡക്ടറി ടെക്സ്റ്റ് ആയിരുന്നു കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയലിസം 1998 ടെക്സ്റ്റ് ആയിരുന്നു. അതിൽ ലൂംബ എന്താണ് പറയുന്നത്, ഈ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഫിസിക്കൽ സബ്ജുഗേഷൻ, ഒരു കൊളോണിയൽ പ്രോജക്റ്റിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഒരു സബ്ജുഗേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷനൊക്കെ ഇറ്റ് സ്ട്രിപ്സ് അവേ ഓൾ ദിസ് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, കൊളോണിയലിസം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി കോൺക്വസ്റ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ദി അതർ പീപ്പിൾസ് ലാൻഡ് ആൻഡ് ഗുഡ്സ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മീനാക്ഷി മുഖർജി, ഹരീഷ് ത്രിവേദി ഒക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ട്രാൻസ്ലേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ആണ്. ലീല ഗാന്ധി പോസ്റ്റ് കൊളോണിയൽ തിയറിയിലൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആനിയ ലൂംബയുടെ ഈ ഒരു ഡെഫിനേഷൻ ഓഫ് കൊളോണിയലിസം ആണ് ഒരു ഫേമസ് ഡെഫിനേഷൻ ആണ്. കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയലിസമിൽ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഓക്കെ, which of the following match the following critical concepts with their theorist? Habitus, anaclesis, fetishism, hyperreality. Alfred Binet, Pierre Bourdieu, Sigmund Freud, Umberto Eco.
ഇതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാത്ത ഒരു കാര്യം എന്താണ്? യെസ്, ഹൈപ്പർ റിയാലിറ്റി. ഓക്കെ, ലെറ്റ് us look into it. ഹാബിറ്റസ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള പിയർ ബോഡിയുടെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പിയർ ബോഡിയുടെ കോൺസെപ്റ്റ് ആണ്. ആൻഡ് അതിലെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഡീപ്ലി നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹാബിറ്റ്സ്, സ്കിൽസ്, ഓക്കെ, സോഷ്യൽ എൻവയൺമെന്റിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സ്കിൽ ആവട്ടെ, ഹാബിറ്റ് ആവട്ടെ, അതിനൊക്കെയാണ് ഈ ഒരു ഹാബിറ്റസ് എന്ന് പറയുന്നത്. അനക്ലൈസിസ് എന്ന് പറയുന്നത് ഒരു സൈക്കോ അനാലിറ്റിക് ടേം ആണ്. ഇത് ഫ്രോയിഡ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷുവൽ ഡ്രൈവിനെ കുറിച്ചിട്ടും അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അനക്ലൈസിസ്. ഫെറ്റിഷിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ഫ്രോയിഡ് ആൻഡ് മാർക്സ്. ഓക്കെ, നേരത്തെയുള്ള സൈക്കോളജിക്കൽ സെക്സോളജിക്കൽ വർക്ക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ക്ലിനിക്കൽ പാത്തോളജിയിലൊക്കെ. ഇറ്റ് വാസ്, പക്ഷെ ഇത് നോട്ടബ്ലി ഡിഫൈൻ ചെയ്യുന്നത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഓക്കെ, മാർക്സും ഫ്രോയിഡ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആൽഫ്രഡ് ബിനെറ്റ് ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹൈപ്പർ റിയാലിറ്റി ഒരു പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ആണ്. ജീൻ ബോഡ്രിലാഡിന്റെ ആൻഡ് ഉംബർട്ടോ എക്കോയുടെ ഈ ഒരു പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ആണിത്. ഉംബർട്ടോ എക്കോയുടെ ഇൻ ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റിയിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് റിയാലിറ്റിയും സിമുലേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഡിസ്നിലാൻഡ്. Now, കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ ടേമിന് ആൻസർ കീ വന്ന സമയത്ത്. Now, assertion reason ആണ് നെക്സ്റ്റ് വൺ. Post-structuralism and deconstruction are virtually synonymous. Deconstruction arises out of the structuralism of Roland Barthes as a reaction against the certainties of structuralism. Synonymous ആണോ post-structuralism and deconstruction? Yes. Okay. So A is incorrect, obviously. Post-structuralism ഒരു intellectual movement ആണ്. Okay, അതില് ഫൂക്കോന്റെ ഡിസ്കോഴ്സ്, ലക്കാന്റെ psychoanalysis, ക്രിസ്റ്റേവൽ സെമിയോട്ടിക്സ് ഒക്കെ. Deconstruction is pioneered by Jacques Derrida. Okay, അതൊരു മെത്തഡോളജിയാണ്. പോസ്റ്റ് സ്ട്രക്ചറലിസമിന്റെ ഉള്ളിൽ വരുന്ന ഒരു മെത്തഡോളജിയാണ്, അല്ലാണ്ട് ഇത് രണ്ടും സിനോണിമസ് ആവുന്നില്ല ഒരിക്കലും. ഇനി റീസൺ എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, റീസൺ ഇസ് കൺസിഡേർഡ് കറക്റ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഡീകൺസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ബ്രോഡർ പോസ്റ്റ് സ്ട്രക്ചറലിസം ഇതൊരു റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്, ഒരു ക്രിട്ടിക്കൽ റിയാക്ഷൻ ആണ്. മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്ട്രക്ചറലിസമിൽ ആ ഒരു സെർട്ടനിറ്റി, അവര് ഫിക്സ് ചെയ്തിട്ടുള്ള ചില ബൈനറീസും സെർട്ടനിറ്റീസും റിജിഡിറ്റിക്കും ഒക്കെ എതിരെ വന്നിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റിയാക്ഷൻ ആയിരുന്നു പോസ്റ്റ് സ്ട്രക്ചറലിസവും അതുപോലെ തന്നെ ഡീകൺസ്ട്രക്ഷൻ എല്ലാം. ഓക്കെ, ഇതില് ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഏർലി വർക്ക് പാത്തിന്റെയും ലെവിസ്ട്രോസിന്റെ ഒക്കെ ഏർലി വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ്, പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നിട്ടുള്ളത് സ്ട്രക്ചറലിസമിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം വരുന്നത്. സ്ട്രക്ചറലിസമിൽ വന്നിട്ടുള്ള ആ ഒരു റിജിഡിറ്റിയും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസമിൽ അവർ ഒപ്പോസ് ചെയ്യുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്, ഡീകൺസ്ട്രക്ഷനിൽ ഗായത്രി സ്പീവപ്പോൾ. Now, which of the following have been written by Ian Ang? കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസംബർ 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഇയൻ ആങ് എന്നുള്ള പേര് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ, നോക്കാം. സോ ഇയൻ ആങ് എന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലാക്കാം നമുക്ക്. ഷീ ഈസ് എ വെരി പ്രോമിനന്റ് പ്രൊഫസർ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. മീഡിയ കൺസംഷനും ഓഡിയൻസും ഫെമിനിസം ഒക്കെ റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഇയൻ ആങ്. ഓക്കെ. ഹർ വെരി ഫേമസ് ബുക്കാണ് വാച്ചിങ് ഡാലാസ് എന്നുള്ള ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് എ ബി ടി ഇതിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് എ വാണ്ടഡ് ഓഡിയൻസ്, ബി കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഡി ഫെമിനിസ്റ്റ് ഡിസയർ ആൻഡ് ഫീമെയിൽ പ്ലഷർ. ഓക്കെ. എത്നോഗ്രഫിക് ആൻഡ് ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഓഫ് മീഡിയ ഓഡിയൻസ് റിസെപ്ഷൻ ഇതൊക്കെയാണ് പറയുന്നത്. മറ്റ് ടെക്സ്റ്റുകൾ ഇതിൽ തന്നിട്ടുള്ളത് ഫോട്ടോഗ്രാഫിക് മെസ്സേജ് ആരുടെ എസ്സേ ആണ്? ഫോട്ടോഗ്രാഫിക് മെസ്സേജ് ഇതൊരു റൊളാൻഡ് ബാർത്തിന്റെ എസ്സേ ആണ്. ആൻഡ് ഓൺ പോപ്പുലർ മ്യൂസിക് തിയോഡോ അഡോണോയുടെ ആണ്, ക്രിട്ടിക് ആണ് ഓൺ പോപ്പുലർ മ്യൂസിക്. ഓക്കെ. അപ്പൊ നമുക്ക് ഇയൻ ആങ്ങിനെ നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഈ ബാർത്തിന്റെ ഈ ഒരു ടെക്സ്റ്റും തിയോഡോ അഡോണോയുടെ ഈ ഒരു ടെക്സ്റ്റും പേരുകൾ അറിയുമെങ്കിൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ, publication of the poems they appear in. She is the rose, the glory of the day, resembles light, what once was deemed of light. Away the moor is dark beneath the moon, when I consider how my light is spent. When in the chronicle of wasted time, I see descriptions of the fairest wives. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏത് പീരിയഡിലായിരിക്കും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ചില ഫേമസ് ലൈൻ നിങ്ങൾക്ക് ഏത് വർക്കിൽ നിന്നാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ആ ഒരു വർക്ക് ഏത് ഏജിൽ വരുന്ന ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. when I consider how my light is spent ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലൈൻ. യെസ്, നോക്കാം നമുക്ക്. എ എമോററ്റിയിൽ തന്നെയാണ്, ബൈ എഡ്മണ്ട് സ്പെൻസർ. സെക്കൻഡ് വൺ ഒരു സോണറ്റ് ആണ്, ബൈ വില്യം ഷേക്സ്പിയർ. റിസെംബിൾസ് ലൈഫ് വാട്ട് വൺസ് വാസ് ഡീംഡ് ഓഫ് ലൈറ്റ്. ഓക്കെ. ഈ ആണ് സോണറ്റ് 106. when in the chronicle of wasted time I see descriptions of the yes let us look into it. അതാണ് പറയാൻ വരുന്നത് കേട്ടോ. ആൻഡ് സോണറ്റ് 19 1655 ബൈ ജോൺ മിൽട്ടന്റെ ആണ് ഈ ഒരു ഡീലർ. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈഫ് ഈസ് സ്പെൻഡ്. പിന്നെ വാട്ട് ഈസ് ലൈഫ് എന്ന റൊമാൻറ്റിക് എറ എസ് ടി കോൾറിഡ്ജിന്റെ ആണ്. ആൻഡ് ഫിഫ്ത് വൺ ഇസ് സി സ്റ്റാൻസാസ് ആണ്, പി ബി ഷെല്ലിയുടെ സ്റ്റാൻസാസ് ആണ് ഈ ഒരു സി വരുന്നത്. വേ ദ മൂർ ഇസ് ഡാർക്ക് ബിനീത്ത് ദ മൂൺ എന്നുള്ളത്. ഓക്കെ. ഒഫീഷ്യൽ ആൻസർ കീയിൽ ഇങ്ങനെയാണ് എന്നുള്ളതുണ്ടെങ്കിലും ഈ ഒരു ആബ്സൊല്യൂട്ട് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഓർഡർ ആണ്. UGC എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടിയും ഇയും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോണറ്റ് 106ഉം സോണറ്റ് 19ഉം തമ്മിൽ. ഓക്കെ. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എക്സാം ആൻസർ കീ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളതെങ്കിലും നമ്മൾ സോഴ്സസ് വെച്ച് ആൻസർ കീ വരുന്ന സമയത്തും ചലഞ്ചിന് പോവാറുണ്ട്. ചലഞ്ചിന് പോയിട്ടും ചില ക്വസ്റ്റ്യൻസ് മാറ്റാറില്ല, അത് അതുപോലെ വരും. ഓക്കെ. അത് അതുപോലെ വരുമ്പോൾ നമുക്ക് ആ ഒരു ആൻസർ കീ അതിന്റെ ആൻസർ ആയിട്ട് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് സംഭവിക്കാറ്. ചില ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാണ്ടും പോവാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ആൻസർ കീയിൽ ആദ്യത്തെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് അത് തന്നെയാവും അതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതേ കാര്യം വരുവാണെങ്കിൽ നിങ്ങൾ ഇതിലുള്ള പോലെ ആൻസർ കീയിൽ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നീട് വരുന്ന ആൻസർ കീയിൽ മാറാനും ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതും ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി വെക്കാം. ഓക്കെ.
Now, given below are two statements, assertion reason ആണ്. Bacon's position as an essayist is peculiar. He has no resemblance to Addison or Hazlitt. വെരി ഈസിലി നമ്മളൊന്ന് ലോജിക്കലി ആലോചിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പല ഫാലസീസ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ പേപ്പർ 1 ഇതൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി ഇത്. ഓക്കെ, ബേക്കൺസ് പൊസിഷൻ ആസ് എൻ എസ്സേയിസ്റ്റ് ഈസ് പെക്യുലിയർ. അതിൽ സംശയമില്ലല്ലോ നമുക്ക്. യെസ്, he has no resemblance to Addison or Hazlitt. അതും ശരി തന്നെയാണ്. ഓക്കെ, ആഡിസണും ഹാസ്ലിറ്റും പോലെയൊന്നല്ലായിരുന്നു. ആഡിസണും ഹാസ്ലിറ്റും വളരെ ഫെമിലിയർ കോൺവെർസേഷണൽ പേഴ്സണൽ ടോൺ ആയിരുന്നു. ബേക്കന്റെ ടോൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, യെസ്, ആൻഡ് റിലേഷൻഷിപ്പ് എങ്ങനെയായാലും സെയിം ആവില്ല. ഓക്കെ, സോ both A and R are correct, and R is not the correct explanation of A. Next one. Which of the following feminist has questioned the following? Why did men drink wine and women water? Why was one sex so prosperous and the other so poor? What effect has poverty on fiction? What conditions are necessary for the creation of works of art? Virginia Woolf, Kate Millett, Elaine Showalter, Jane Friedman. No doubt ഇല്ലല്ലോ അല്ലെ? ഏത് ടെക്സ്റ്റിലാണ് ഇത് വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വെർജീനിയ വുൾഫ് ആണെന്ന് പറയുവാണെങ്കിൽ ഇൻഡിക്കേഷൻ ആണോ? വെർജീനിയ വുൾഫിന്റെ ഫെമിനിസ്റ്റ് ടെക്സ്റ്റിലാണ് ഇത് നമ്മൾ കാണുന്നത്. റൂം ഓഫ് വൺസ് ഓണിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു എക്സ്റ്റെൻഡഡ് എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു വിമണ് ഫിക്ഷൻ എഴുതണമെങ്കിലുള്ള മെറ്റീരിയൽ കണ്ടീഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഓൾസോ കൺക്ലൂഡിംഗ് ദാറ്റ് എ വിമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ. എഴുതണമെങ്കിൽ ഒരു വിമണിന് ഇതൊക്കെ വേണം എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മെയിൽ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൂം ഓഫ് വൺസ് ഓൺ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വളരെ ചെറിയൊരു എസ്സേ ആണ്. ചെറിയൊരു ടെക്സ്റ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കന്റ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ കേറ്റ് മില്ലറ്റിന്റെ സെക്ഷുവൽ പോളിറ്റിക്സ് വെരി ഫേമസ് വർക്കാണ്. പേട്രിയാർക്കൽ പവറും ലിറ്ററേച്ചറുള്ള സ്ട്രക്ചർ ഒക്കെ പറയുന്നുണ്ട്. എലൈൻ ഷോവാൾട്ടർ ആണ് ഗൈനോ ക്രിറ്റിസിസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ജെയിൻ ഫ്രീഡ്മാൻ നമ്മൾ നോക്കുവാണെങ്കിൽ മോഡേൺ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ആണ് ജെയിൻ ഫ്രീഡ്മാൻ. Last question. Which of the following statements are correct about voiced and voiceless sounds? ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക കേട്ടോ. All 20 vowel sounds of English are voiced. True ആണോ false ആണോ? Okay. When the vocal cords move away from each other, the speech sounds articulated in this situation is called voiceless sounds. Yes. Yes, true. Now, the rapid opening and closing of the vocal cords is called the vibration of the vocal cords, and the sound produced in this vibration is called voiceless sound.
നേരത്തെ നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതാവും. Okay. Then 15 out of 24 consonants of English are voiced. Yes, correct. Then the articulatory system consists of a few organs in our leg and hand. നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ ആണല്ലേ അത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എയും ബിയിലും നോക്കിയാൽ മതി. ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വവൽസ് എപ്പോഴും എന്താണ്, വവൽസ് ആർ ഓൾവേസ് വോയിസ്ഡ് എപ്പോഴും, കാരണം അവർക്ക് എപ്പോഴും വോക്കൽ ഫോൾസിന്റെ വൈബ്രേഷൻ വേണം വവൽ സൗണ്ടിന്. ഓക്കെ, ബി ഈസ് ഓൾസോ കറക്റ്റ്, കാരണം ഈ ഒരു വോക്കൽ ഫോൾഡ് വെൻ ദേ ആർ പുൾഡ് അപ്പാർട്ട്, ഓക്കെ, ഓപ്പൺ ഗ്ലോട്ടിസ് ഉണ്ടാവുമ്പോൾ എയർ പാസ് ചെയ്യും വിത്തൗട്ട് വൈബ്രേഷൻ, അങ്ങനെയാണ് ഈ സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്, സർഫ് എന്നുള്ള സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ഔട്ട് ഓഫ് 24 ഇംഗ്ലീഷ് കോൺസണൻസ് അപ്രോക്സിമേറ്റ്ലി 15 ആർ വോയിസ്ഡ്. ഓക്കെ, and 9 are voiceless. 15 voiced ഉം 9 voicelessുമാണ് 24 ഇംഗ്ലീഷ് കോൺസണൻസിൽ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ആൻഡ് സെഷൻ ഇല്ലാത്തത് കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. But I am having some ചെറിയ throat pain right now. So I'll send you the document എന്നിട്ട് you have to go through the document tomorrow. Okay. 20 ക്വസ്റ്റ്യന്റെ ഡോക്യുമെന്റ് നാളെ അയക്കും. നാളെ നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഈ ഒരു സെഷന് ശേഷം ഇന്നത്തെയും ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നാളെ നിങ്ങൾക്ക് അനിസർ സെഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ലൈവ് ഉണ്ടാവില്ല. ഏത് ഡോക്യുമെന്റ് ആണെന്നാണോ ഈ ഒരു അടുത്ത നെക്സ്റ്റ് 20 ക്വസ്റ്റ്യന്റെ അനിസറെ ടൈമിംഗ് അറിയിക്കോട്ടോ, JRFism ഗ്രൂപ്പിൽ അറിയിക്കും. Okay. Any other questions? മോർണിംഗ് എന്നും നിങ്ങൾക്ക് സെഷൻ ഇല്ലേ? ഡെയിലി ഉണ്ടാവാറില്ലേ? Question 45. ഡോക്യുമെന്റ്സ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പില് കഴിഞ്ഞ 2 ക്ലാസ്സിന്റെയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ 45. രാവിലെ മാക്സിമം എണീക്കാൻ തന്നെ നിങ്ങൾ നോക്കണം കേട്ടോ, കാരണം നമുക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിൽ ഈ ഒരു ദിവസം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നാളെ JRF ക്ലബ് ടോപ്പിക് നിങ്ങളുടെ JRFism ഗ്രൂപ്പിൽ അറിയിച്ചിട്ടില്ല. നാളെ കംപ്ലീറ്റ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നാ തോന്നുന്നു. ഓക്കെ, രാവിലെ വേറെ ആയിരിക്കട്ടെ, രാവിലെ ഡേറ്റ ആയിരിക്കില്ല, അറിയിക്കും JRFismല്. ഇത് എക്സ്പ്ലനേഷൻ. യെസ്, ലിറ്ററേച്ചർ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെന്റ് എല്ലാം വായിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യണേ. ഒരു 15 പേജസ് 20 പേജസ് ഒക്കെയാണ് ഡോക്യുമെന്റ് വരുന്നുള്ളത്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം യൂസ് ആക്കാതെ റിവിഷൻ നോട്ട്സ് ആയിട്ടാണ് തരുന്നത്. ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ നോക്കുക. ഓൾസോ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഒരു മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ഒരു വട്ടം വായിക്കുക, എന്നിട്ട് നിങ്ങൾ അത് AI യിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, MCQ പോലെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാല്
നിങ്ങൾക്ക് ക്വിസ് പോലെ തന്നെ ക്ലോഡ് ആവട്ടെ, ജെമിനായി ആവട്ടെ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾ വെറുതെ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്.